വെൽക്കം ടു വെൽ ഫോക്കസ്. പ്രസൻറ്റ്മെൻറ്റ് ഫോർ പേയ്മെൻറ്റ്. പേയ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ബില്ല് പ്രസൻറ്റ് ചെയ്യാണ്. എക്സെപ്റ്റ് ഇൻ ഫ്യൂ സ്പെഷ്യൽ ഇൻസ്റ്റൻസസ് എ ബിൽ മസ്റ്റ് ബി ഡ്യൂലി പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, അതർവൈസ് ദ ഡ്രോയർ ആൻഡ് എൻഡോസേഴ്സ് വിൽ ഡിസ്ചാർജ് ഫ്രം ദിയർ ലയബിലിറ്റി. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബില്ല് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്രോയറും എൻഡോസേഴ്സും ഒക്കെ ആ ഒരു ലയബിലിറ്റി, ആ ബില്ലിന് മുകളിൽ ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കപ്പെടും. സോ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമ്മുടെ ബില്ല് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യണം. എ ബിൽ പേയബിൾ ഓൺ ഡിമാൻഡ് മസ്റ്റ് ബി പ്രസൻറ്റഡ് വിത്തിൻ ദ റീസണബിൾ പേയ്മെൻറ്റ്. ഓൺ ഡിമാൻഡ് പേയ്മെൻറ്റ് ടൈപ്പ് ബില്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബില്ല് റീസണബിൾ ടൈമിൽ നമ്മൾ പേയ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യണം. അല്ല ഇനി അങ്ങനെയല്ല, a bill not payable on demand must be presented on the due date at the place of payment or address of the drawee or except mentioned in the bill. പേയബിൾ ഓൺ ഡിമാൻഡ് അല്ല, കറക്റ്റ് ഡേറ്റിലാണ് പേയ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡ്യൂ ഡേറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ബില്ലിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അക്സെപ്റ്റർ ആരാണോ അല്ലെങ്കിൽ ഡ്രോയി ആരാണോ അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഈ ബില്ല് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ആ ഒരു പ്ലേസിൽ പോയിട്ട് ബില്ല് പ്രസൻറ്റ് ചെയ്തിരിക്കണം പേയ്മെൻറ്റിന് വേണ്ടി. ഇനി ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലം ഒരു സ്പെസിഫൈ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡ്രോയീസ് ഒരു അക്സെപ്റ്റേഴ്സ് പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അവിടെ കൊണ്ടുപോയി, അതും അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻസ് അതും അല്ലെങ്കിൽ എവിടെയാണോ വി കൻ ഫൈൻഡ് ഔട്ട് ഹിം, അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബില്ല് പ്രസൻറ്റ് ചെയ്യണം ഫോർ ദ പേയ്മെൻറ്റ്. ഓക്കെ. വെൻ ഓതറൈസ്ഡ് ബൈ എഗ്രിമെൻറ്റ് ഓർ യൂസേജ് എ പ്രസൻറ്റ്മെൻറ്റ് ത്രൂ പോസ്റ്റ് ഓഫീസ് ഇസ് സഫിഷ്യൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് പ്രകാരം യൂസേജ് പ്രകാരം ഓതറൈസ് ചെയ്തൊരു ബില്ലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ഓഫീസ് വഴി പ്രസൻറ്റ് ചെയ്താലും എന്താണ്? ഇറ്റ്സ് സഫിഷ്യൻറ്റ്. ഓക്കെ. പ്രസൻറ്റേഷൻ ഫോർ പേയ്മെൻറ്റ് ഇസ് നോട്ട് നെസസറി ഇൻ ഓർഡർ ടു മേക്ക് എൻ അക്സെപ്റ്റ് ലയബിൾ. ശരിക്കും ഈ ബില്ല് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അക്സെപ്റ്റ് ലയബിൾ ആവൂ എന്നൊന്നുമില്ല. പക്ഷേ പേയ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യണം ബില്ല്. ഓക്കെ. ഡിലേ ഇൻ പ്രസൻറ്റ്മെൻറ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഈസ് എക്സ്ക്യൂസ്ഡ് വെൻ ദ ഡിലേ ഇസ് കോസ്ഡ് ബൈ സർക്കംസ്റ്റൻസസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഹോൾഡർ ഓഫ് ബിൽ. അതായത് സപ്പോസ് നമ്മൾ പ്രസൻറ്റ്മെൻറ്റിൽ ഡിലേ വരുത്തുകയാണ്, പക്ഷേ അത് ഹോൾഡറിൻ്റെ കൺട്രോളിന് മുകളിൽ പോകുന്ന സാഹചര്യങ്ങൾ കാരണമാണെങ്കിൽ എന്താണ്? അത് എക്സ്ക്യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ഇനി പ്രസൻറ്റ്മെൻറ്റ് ഈസ് എക്സ്ക്യൂസ്ഡ് ഫോർ ദ ഡ്രോയി ഈസ് എ ഫിറ്റീഷ്യസ് പേഴ്സൺ ബൈ എക്സ്പ്രസ് ഓർ implied waiver and where after the exercise of reasonable diligence presentment cannot be affected. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഡ്രോയി, അതായത് നമ്മൾ അക്സെപ്റ്റർ എന്നുള്ളൊരു ഫിക്റ്റീഷ്യസ് പേഴ്സൺ ആണ്. അതുപോലെ ഇപ്പോൾ എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് വേവർ ആണ്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ റീസണബിൾ ഡെലിജൻസ് എടുത്തിട്ട് പോലും അങ്ങനെ ഡിലേ വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസൻറ്റ്മെൻറ്റ് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റും. പ്രസൻറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ. The fact that the holder has a reason to believe that the bill either on the presentment will be dishonored doesn't dispense with the necessity for presentment. അതായത് ഹോൾഡർക്ക് അറിയാം ഈ ബില്ല് നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്താലും ഡിസോണർ ആവും. ഡിസോണർ ആവുമെന്ന് പറഞ്ഞാൽ നോൺ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബില്ലിൻ്റെ മേൽ നോൺ പേയ്മെൻറ്റ് ആവുക. അപ്പോൾ ഇങ്ങനെ സാഹചര്യം ഉണ്ട് എന്ന് ഹോൾഡർക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഹോൾഡർ ബില്ല് പേയ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ ഡിസോണർ ബൈ നോൺ പേയ്മെൻറ്റ്. A bill is dishonored by non-payment when is duly presented for payment and payment is refused or cannot be obtained. എന്താണ്? നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി ബില്ല് പ്രസൻറ്റ് ചെയ്യുന്നു, ബട്ട് ആ പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ when presentment is excused by the act and bill is overdue and unpaid. ബിൽ overdue ആയിട്ട് unpaid ആയി പോകുന്നു. When bill is dishonored by non-payment, immediate right of recourse against the drawer and endorse accrues to the holder. അങ്ങനെ നോൺ പേയ്മെൻറ്റ് പ്രകാരം ഒരു ബിൽ ഡിസോണർ ആവുകയാണെങ്കിൽ ആ ഹോൾഡർക്ക് എന്തിൻ്റെ ഡ്രോയർക്കും എൻഡോഴ്സിനും എതിരെ അല്ലെങ്കിൽ അവരെ ലൈബിൾ ആക്കാനുള്ളൊരു റൈറ്റ് ഹോൾഡർക്കുണ്ട്. നമ്മൾ ഓൾറെഡി സാൻഡ് റീക്കോസ് എൻഡോഴ്സ്മെൻറ്റ് എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു, അതായത് വിത്തൗട്ട് ലയബിലിറ്റി എന്നുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് റീകോസിനുള്ള അധികാരം, അതായത് ഡ്രോയറിനും എൻഡോഴ്സിനും ബില്ലിൻ്റെ മുകളിൽ ലൈബിളാക്കിക്കൊണ്ട് പേയ്മെൻറ്റ് കിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ആ ബില്ലിൻ്റെ കറണ്ട് ഹോൾഡർക്ക് ഉണ്ട്. വെൻ എ ബിൽ ഇസ് ഡിസോണർ ബൈ നോൺ അക്സെപ്റ്റൻസ് ഓർ നോൺ പേയ്മെൻറ്റ്, നോട്ടീസ് ഓഫ് ഡിസോണർ മസ്റ്റ് ബി ഗീവൻ ടു ഡ്രോയർ ആൻഡ് ഈച്ച് എൻഡോസർ ഓർ ദേ വിൽ ബി ഡിസ്ചാർജ് ഫ്രം ദെയർ ലയബിലിറ്റീസ്. അങ്ങനെ ഒരു ബില്ല് നോൺ അക്സെപ്റ്റൻസിൻ്റെ പേരിലോ നോൺ പേയ്മെൻറ്റിൻ്റെ പേരിലോ ഡിസോണർ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയർക്കും അതുപോലെ ഈച്ച് എൻഡോസർക്കും നോട്ടീസ് ഓഫ് ഡിസോണർ എന്ത് ചെയ്യണം? അയക്കണം, അല്ലെങ്കിൽ അവരെന്താണ്? അവർ ലയബിലിറ്റി ഒഴിവായി പോകും. ദ നോട്ടീസ് മേ ബി ഗിവൻ ഇൻ റൈറ്റിംഗ് ഓർ ബൈ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നോട്ടീസ് ഇൻ റൈറ്റിംഗിൽ നമുക്ക് നൽകാം, അല്ലെങ്കിൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് നോട്ടീസ് ഓഫ് ഡിസോണർ അയക്കാം. ദ റിട്ടേൺ ഓഫ് ഡിസോണർ ബിൽ ടു ദി ഡ്രോയർ ഓർ എൻ എൻഡോസർ ഈസ് ഇൻ പോയിന്റ് ഓഫ് ഫോം ഡീംഡ് സഫിഷ്യൻറ്റ് നോട്ടീസ് ഓഫ് ഡിസോണർ. അതായത് ഡിസോണർ ബില്ല് നമ്മൾ ഡ്രോയർക്കോ എൻഡോസർക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ
അതെന്താണ്, അതും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള നോട്ടീസ് ഓഫ് ഡിസോണറാണ്. എന്തിനാണ് നമ്മൾ ഈ നോട്ടീസ് ഓഫ് ഡിസോണർ സെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് ഡിസോണർ ആയി, അപ്പോൾ ആ ബില്ലിൻ്റെ മുകളിൽ എമൗണ്ട് കിട്ടിയ ഹോൾഡർക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആരാണോ ഡ്രോ ചെയ്ത് ഡ്രോയർക്കും എൻഡോഴ്സേഴ്സിനും ഒക്കെ എന്തുണ്ട്, ഈ ബില്ല് ഡിസോണർ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ലയബിലിറ്റി അവരിൽ ഉണ്ട് എന്ന് കാണിക്കാൻ നമ്മൾ ഈ ബില്ല് ഡിസോണർ ആകുമ്പോൾ നമ്മൾ നോട്ടീസ് ഓഫ് ഡിസോണർ എന്തെങ്കിലും സെൻഡ് ചെയ്യുന്നത്. നോട്ടീസ് മസ്റ്റ് ബി ഗിവൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡിസോണർ ഓർ വിത്തിൻ എ റീസണബിൾ ടൈം. നോട്ടീസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഡിസോണർ ആയതിൻ്റെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിത്തിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ള നമ്മൾ എന്ത് ചെയ്യണം, അത് സെൻഡ് ചെയ്തിരിക്കണം. ഈച്ച് പാർട്ടി ഹു റിസീവ്സ് നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് അലൗഡ് റീസണബിൾ ടൈം ടു ഗിവ് നോട്ടീസ് ടു ആൻറ്റിസിഡൻറ്റ് പാർട്ടീസ് ട്രിബിൾ. അതായത് നോട്ടീസ് കിട്ടിയ ആളുകൾ അവർക്ക് മുന്നിൽ ഈ ബില്ല് കൈമാറ്റം ചെയ്തു വന്ന ആളുകൾക്കൊക്കെ ആ ഒരു നോട്ടീസ് ഓഫ് ഡിസോണർ അയക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. Where a notice of dishonor is duly addressed and posted, the sender is deemed to have given due notice of dishonor, notwithstanding any miscarriage by the post office. നോട്ടീസ് ഓഫ് ഡിസോണർ നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ നോട്ടീസ് ഓഫ് ഡിസോണർ ഓൾറെഡി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് മിസ്കാരേജ് വഴിയിട്ട് ഈ ലെറ്റർ പോയാൽ പോലും, അല്ലെങ്കിൽ ഈ നോട്ടീസ് പോയാൽ പോലും എന്നാൽ അയാളെ ബാധിക്കില്ല. നോട്ടീസ് ഓഫ് ഡിസോണർ നമ്മൾ വളരെ കറക്റ്റായി ചെയ്യണം. കാരണം എന്താ അറിയോ, നോട്ടീസ് ഓഫ് ഡിസോണർ ചെയ്താൽ മാത്രമേ ഡ്രോയറും എൻഡോഴ്സേഴ്സും ഇതിൽ ലയബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീകൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോട്ടിങ് ഇതുപോലെ തന്നെയാണ്. As soon as a bill of exchange or promissory note is dishonored, the holder can, after giving the parties due notice of dishonor, sue parties liable thereon. നമ്മളെന്ത് പറഞ്ഞു, അത് ഇപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അതുപോലെ തന്നെ ഒരു പ്രൊമിസറി നോട്ടോ അതൊക്കെ ഡിസോണർ ആവുകയാണെങ്കിൽ നമ്മൾ നോട്ടീസ് ഓഫ് ഡിസോണർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വരുന്ന പാർട്ടീസിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും. Then noting is a minute record by a notary public on the dishonored instrument or on a paper attached to instrument. നോട്ടിങ് എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടറി പബ്ലിക് എന്ത് ചെയ്യാണ്, ഈ ഡിസോണറിൻ്റെ മേലെ ഒരു മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ പേപ്പർ അറ്റാച്ച് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു ലീഗലി ഒരു ബൈൻഡിങ് വരികയാണ്. ഓക്കെ, ലീഗലി ഒരു ബൈൻഡിങ് ആ ഡിസോണർഡ് ബില്ലിന് കൊടുക്കുകയാണ്. Then a bill is taken to notary public who represent it for acceptance or payment as the case may be, and if the drawer accepts or refuses to accept or pay the bill is noted as stated above. അങ്ങനെ എന്താ പറയുകയാണ്, നമ്മൾ അക്സെപ്റ്റർ ഈ ബില്ല് സ്റ്റിൽ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഈ ബില്ല് നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലീഗലി എന്ത് കിട്ടും, ലീഗലി പ്രൊട്ടക്ഷൻ കിട്ടും. അത് വെച്ച് നമുക്ക് അതിലെ പാർട്ടീസിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും. നോട്ടറി പബ്ലിക്കിനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ബില്ല് നോട്ട് ചെയ്ത് വെക്കുകയാണ് ഫോർ ദി ലീഗൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, ദെൻ പ്രൊട്ടക്സ്റ്റ് ഇതുപോലെ തന്നെയാണ്. പ്രൊട്ടക്സ്റ്റ് ഈസ് എ ഫോമൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദ നോട്ടറി പബ്ലിക് അറ്റസ്റ്റിംഗ് ദ ഡിസോണർ ഓഫ് ദ ബിൽ ബൈ നോൺ അക്സെപ്റ്റൻസ് ഓർ നോൺ പേയ്മെൻറ്റ്. After noting, the next step is for notaries to draw certificate of protest, which is a formal declaration on the bill or copy thereof. The chief advantage of protest is the court or proof of the protest shall presume the fact of dishonor. അതായത് നമ്മൾ ഡിസോണർ ആയിട്ടുള്ള ഒരു ബില്ലിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് ഓഫ് ഡിസോണർ അയച്ചു, അതുപോലെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ചെയ്യുന്നത് പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇതൊരു നോട്ടറി പബ്ലിക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തരുന്നൊരു ഫോമൽ സർട്ടിഫിക്കറ്റാണ്. ഇത് വെച്ച് നമുക്ക് കോർട്ടിൽ പ്രൂഫ് കാണിക്കും നമ്മുടെ ബില്ല് ഡിസോണർ ആയി. നോട്ടിങ്ങും പ്രൊട്ടസ്റ്റിംഗ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the chief advantage of protest is the court on proof of the protest shall presume the fact of dishonor. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റാണ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് ഈസ് ഓൾസോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. According to Negotiable Instrument Act 1881, a promissory note can define as a promissory note as an instrument in writing ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. നോട്ട് ബീങ് എ ബാങ്ക് നോട്ട് ഓർ എ കറൻസി നോട്ട്. ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ അല്ല. കണ്ടൈനിങ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. സൈൻഡ് ബൈ ദ മേക്കർ to pay certain sum of money to or order of certain person or to the bearer of instrument. ആ മേക്കർ എന്ത് ചെയ്യാതെ ബേക്കർ പറയുകയാണ് ഒരു certain sum of money പേ ചെയ്യാം to or order such a person അല്ലെങ്കിൽ bearer of instrumentന് ഒരു certain sum of money പേ ചെയ്യാം എന്ന് പറഞ്ഞ് ഓർഡർ റൈറ്റ് ചെയ്ത് സൈൻ ചെയ്യുന്ന ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് എന്താണ്, പ്രോമിസറി നോട്ട് ഈസ് എ പ്രോമിസ് ടു പേ certain sum of money എന്നാണ്. അത് certain sum of money പേ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് മേക്കർ എന്ത് ചെയ്യാണ്, പ്രോമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഇറ്റ് മസ്റ്റ് ബി റൈറ്റിങ്ങിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് സർട്ടൻലി എക്സ്പ്ലെയിൻസ് പ്രോമിസ് ഓർ ക്ലിയർ ആണ് കേട്ടോ, സോറി ഇവിടെ ക്ലിയർ ആണ് നേരെ വായിക്കുന്നത്. ഓക്കെ, പ്രോമിസ് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ടു പേ. അതെന്താണ്, ആ പ്രോമിസറി നോട്ടിൽ
കണ്ടെയ്ൻസ് ഇൻ പ്രോമിസ് അല്ലെങ്കിൽ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിനായിരിക്കണം പേ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. പ്രോമിസ് ടു പേ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. പ്രോമിസ് ചെയ്യില്ല, നമ്മൾ പ്രോമിസ് ടു പേ എന്നത് അൺകണ്ടീഷണൽ ആയിരിക്കും, ഒരു കണ്ടീഷനും പേ ചെയ്തുകൊണ്ട് ആയിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി സൈൻ ബൈ ദ മേക്കർ സൈൻ ചെയ്യണം. മേക്കർ ആരാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം, പേ ആരെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം. ദ പ്രോമിസ് ഷുഡ് ബി ടു പേ മണി ആൻഡ് മണി ഓൺലി. പൈസ മണി പേയ്മെൻറ്റ് മാത്രമേ നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ അക്കൗണ്ട് ഷുഡ് ബി സർട്ടൻ. ഓക്കെ. ഇനി പാർട്ടീസ് ടു പ്രോമിസറി നോട്ട്. ദർ ആർ 2 പാർട്ടീസ് ടു പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിന് 2 പാർട്ടീസാണ് വരും. ഒന്ന് മേക്കർ ആൻഡ് പേയി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടീസാണ്? 3 പാർട്ടീസാണല്ലോ, ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഇവിടെ മേക്കർ ദ പാർട്ടി ഹു റൈറ്റ്സ് ഓഫ് ദ നോട്ട്. ആരാണോ നോട്ട് റൈറ്റ് ചെയ്യുന്നത് അതാണ് മേക്കർ, ദാറ്റ് ഈസ് എ ഡെക്ടർ. ഡെക്ടർ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നോട്ട് റൈറ്റ് ചെയ്യുന്നത്. അതിനെ ഓക്കെ. Payee, the person to whom the money is payable. The person to whom the money is payable, that is the creditor. ആർക്കാണോ പൈസ മീൻസ് ഈ മണി പേയബിൾ ആയിട്ടുള്ളത് അവരാണ് പേയി, അത് ക്രെഡിറ്റർ ആയിരിക്കും. പ്രോമിസറി നോട്ട്സ് ചീഫ്ലി ടു ലോൺ ട്രാൻസാക്ഷൻ. മെയിൻലി നമ്മൾ ലോൺ ട്രാൻസാക്ഷൻസ് തന്നെയാണ് ഈ പ്രോമിസറി നോട്ട് കൊടുക്കുക. അതിൽ എമൗണ്ട് പേ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോമിസറി നോട്ടൊക്കെ നമ്മൾ ലോൺ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. പ്രോമിസറി നോട്ടൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, നമുക്കറിയാം അല്ലേ. Like a bill of exchange, they are negotiable instruments. These are negotiable instruments and can be transferred for value. Value ബേസ് നമ്മൾ എന്ത് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദേ ആർ സംടൈംസ് ഡിസ്കൗണ്ട് ചെയ്യാം. സബ്ജക്ട് ടു ഡേയ്സ് ഓഫ് ഗ്രേറ്റ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന കോൺസെപ്റ്റ് ഇവിടെയും വരുന്നുണ്ട്. ദെൻ പേയബിൾ ഓൺ ഡിമാൻഡ്. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് കണ്ടെയ്ൻസ് ആൻ ഓർഡർ ടു പേ. ഒരു ഓർഡറാണ് അവിടെ, പേയ്മെൻറ്റ് നടത്തണം എന്നൊരു ഓർഡറാണ്. പ്രോമിസറി നോട്ട് എന്താണ്? ഇറ്റ്സ് കണ്ടെയ്ൻസ് ഓൺലി പ്രോമിസ് ടു പേ. പ്രോമിസ് ആണ്, സർട്ടൻ സം ഓഫ് മണി പേ ചെയ്യുമെന്ന പ്രോമിസ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ദർ ആർ ജനറലി 3 പാർട്ടീസ്, ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പ്രോമിസറി നോട്ടിൽ ദർ ആർ 2 പാർട്ടീസ്, മേക്കർ ആൻഡ് പേയി ഇൻ പ്രോമിസറി നോട്ടീസ്. എ ബിൽ ഇസ് പെയ്ഡ് ബൈ അക്സെപ്റ്റർ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബില്ല് പേ ചെയ്യുന്നത് അക്സെപ്റ്റർ ആയിരിക്കും. പ്രോമിസറി നോട്ടിൽ ആരായിരിക്കും പേ ചെയ്യുക? മേക്കർ ആയിരിക്കും. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത് ക്രെഡിറ്റർ ആണല്ലോ. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യുന്നു, അത് ഡെക്ടർ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. പ്രോമിസറി നോട്ട് ആരാണ് മെയ്ഡ് ചെയ്യുന്നത്? ഡെക്ടറാണ്. പ്രോമിസ് ഡെക്ടറായിട്ട് ക്രെഡിറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഡെക്ടർ എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് നടത്തുന്നു. ദ ഡ്രോയി ആൻഡ് പേയി മേ ബി സെയിം പേഴ്സൺ കേസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ഡ്രോയും പേയും സെയിം പേഴ്സൺ ആവാം. പ്രോമിസറി നോട്ടിൽ ഒരിക്കലും മേക്കറും പേയും സെയിം പേഴ്സൺ ആവില്ല. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ലയബിലിറ്റി ഓഫ് ഡ്രോയർ സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. He will be liable only in case accepted doesn't honor the bill. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയറിൻ്റെ ലയബിലിറ്റി എന്നുള്ളത് സെക്കൻഡറിയും കണ്ടീഷണലുമാണ്. അതായത് ഈ അക്സെപ്റ്റർ ആ ഒരു ബില്ല് ഹോണർ ചെയ്തില്ലെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ലയബിലിറ്റി വരുന്നുള്ളൂ. പക്ഷേ പ്രോമിസറി നോട്ടിൽ അങ്ങനെയല്ല. പ്രോമിസറി നോട്ട് ലയബിലിറ്റി ഓഫ് മേക്കർ ഇസ് പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി അക്സെപ്റ്റഡ് കണ്ടീഷണലി. ചില സമയങ്ങളിൽ കണ്ടീഷണലി അക്സെപ്റ്റ് ചെയ്യാം. പ്രോമിസറി നോട്ട് നമുക്ക് അങ്ങനെ കണ്ടീഷണൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോട്ടീസ് ഓഫ് ഡിസോണർ മസ്റ്റ് ബി ഗിവൻ. ഡിസോണർ ആയി കഴിഞ്ഞാൽ നോട്ടീസ് മസ്റ്റായിട്ട് കൊടുക്കണം. നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് നോട്ട് റിക്വയർഡ് ഇൻ കേസ് ഓഫ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൽ നോട്ടീസ് ഓഫ് ഡിസോണർ റിക്വയർഡ് അല്ല. ഇൻ കേസ് ഡിസോണർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി നോട്ടഡ് ആൻഡ് പ്രൊട്ടസ്റ്റഡ്. നോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇസ് നോട്ട് റിക്വയർഡ് ഇൻ കേസ് ഓഫ് ഡിസോണർ ഓഫ് എ പ്രോമിസറി നോട്ട്. ഓക്കെ, ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഓക്കെ.